നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. വെടിനിർത്തലിനായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ, അതായത് അറബ് മധ്യസ്ഥതയിൽ ഇപ്പോൾ വെടിനിർത്തലിനായിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇസ്രയേൽ തങ്ങളുടെ നിലപാടുകളിൽ മലക്കം മറിയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തുടക്ക സമയത്ത്, അതായത് ഈ ചർച്ചകൾ തുടങ്ങുന്ന സമയത്ത് ചർച്ചയിൽ വളരെയധികം പുരോഗതിയുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഇസ്രയേൽ പിന്നീട് പറയുന്നത് ചർച്ചകളിൽ വേണ്ട രീതിയിലുള്ള പുരോഗതി ഇല്ല എന്നാണ്. എന്നാൽ അറബ് മധ്യസ്ഥതയിൽ 5 വർഷത്തേക്ക് വെടിനിർത്തൽ നടപ്പാക്കാം എന്ന രീതിയിൽ ഒരു ആശയം മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിനും ഇപ്പോൾ ഇസ്രയേൽ എതിര് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒറ്റ ബാച്ചിൽ തന്നെ ഈ ഒരു തടവുകാരെ, അതായത് ഇസ്രയേലി തടവുകാരെ ഒറ്റ ബാച്ചിൽ തന്നെ ഇസ്രയേലിന് കൈമാറാനും അതുപോലെ തന്നെ 5 വർഷത്തേക്ക് വെടിനിർത്തലിനുമായിട്ട് ഹമാസ് തയ്യാറാണ് എന്നൊരു സൂചന ലഭിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ഇസ്രയേൽ പറയുന്നത് അതിന് തയ്യാറല്ല എന്നാണ്. അതായത് യുദ്ധം നീട്ടിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് അത് നെതന്യാഹുവിൻ്റെ ആവശ്യമാണോ? നെതന്യാഹുവിനെ സംബന്ധിച്ച് അധികാരത്തിൽ തുടരാനായിട്ട് ഈ യുദ്ധം നീണ്ടു പോകേണ്ടത് ആവശ്യമാണ്. ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ, ഇസ്രയേൽ ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ നെതന്യാഹുവിനെ വീണ്ടും പ്രൈം മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത നന്നേ കുറവാണ്. അതിനാൽ തന്നെ അധികാരത്തിൽ പിടി ഉറപ്പിച്ച് നിൽക്കാൻ തന്നെയായിരിക്കും നെതന്യാഹു ശ്രമിക്കുക. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ബന്ദർ അബ്ബാസ് ആ ഒരു മേഖലയിലുള്ള തുറമുഖത്തുണ്ടായ ഒരു സ്ഫോടനം, അതായത് ഇറാനിലുണ്ടായ ഒരു സ്ഫോടനമുണ്ട്. അതിനെക്കുറിച്ച് നിരവധി വാർത്തകളാണ് വരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ തന്നെ ഒരു MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ് പറഞ്ഞ ഒരു കാര്യം വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ഈ ഒരു സ്ഫോടനം നടന്ന ആ ഒരു സമയത്ത് തന്നെ വളരെയധികം ആൾക്കാർ ഇതിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന രീതിയിലൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ തന്നെ MP മുഹമ്മദ് സിറാജ് എന്ന് പറയുന്ന ഇറാൻ്റെ MP ഇപ്പോൾ പറയുന്നത് ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്നാണ്. ഇസ്രയേലിനെ സഹായിക്കാൻ ഒരുപക്ഷെ ഇറാൻ്റെ അകത്ത് തന്നെ ആൾക്കാരുണ്ടായിരിക്കാം. ഇറാൻ്റെ ഏറ്റവും തിരക്കേറിയ ഒരു തുറമുഖത്തുണ്ടായ ഈ ഒരു സ്ഫോടനത്തിൽ ഇതിൻ്റെ പ്രകമ്പനം കിലോമീറ്ററുകളോളം അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലാണ് ഈ ഒരു സ്ഫോടനത്തിന് പിന്നിലെന്ന് പറയുന്ന ഈ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഈ ഒരു ഇറാൻ്റെ MP-യുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. ഇറാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഇതുവരെയുള്ള സാഹചര്യത്തിൽ ഇറാൻ പറയുന്നത് ഈ ഒരു സ്ഫോടനത്തിൽ മറ്റാരുടെയും കൈയില്ല, അതായത് പുറത്തു നിന്നൊരാളുടെയും പങ്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഇസ്രയേൽ ഇത്തരമൊരു മണ്ടത്തരം കാണിക്കാനും സാധ്യത വളരെ കുറവാണ് എന്ന രീതിയിലാണ് വിലയിരുത്തലുകൾ വരുന്നത്. അതായത് ഇസ്രയേൽ എപ്പോഴൊക്കെ ഇറാനെ തൊട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് ഇറാൻ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഇസ്രയേലിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്ര കണ്ടുണ്ട് എന്ന രീതിയിൽ വളരെയധികം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടെ ഈ ഒരു സ്ഫോടനത്തിൽ ഇപ്പോൾ മരണസംഖ്യ വീണ്ടും കൂടിയിരിക്കുകയാണ്. 36 പേർ മരിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ചില വിലയിരുത്തലുകൾ, അതായത് ഇതിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന് പറയുന്നവരുടെ വിലയിരുത്തലുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ട് ഈ ഒരു തുറമുഖം ഇനി ഇസ്രയേലാണ് ഇതിൻ്റെ പിന്നിൽ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ തുറമുഖം തിരഞ്ഞെടുത്തു? അതായത് ഈ ബന്ദർ അബ്ബാസിലുള്ള ഈ ഒരു തുറമുഖം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ചൈനയാണ്. ചൈനയുടെ 2 കപ്പലുകളിലായിട്ട് ഏകദേശം 1000 ടണ്ണോളം കെമിക്കൽസാണ് ഈ ഒരു തുറമുഖത്തെത്തിയിരുന്നത്. അതായത് ചൈനയിൽ നിന്ന് സോഡിയം പെർക്ലോറൈഡ് ആണ് ഇവിടെ എത്തിച്ചിരുന്നത്. ഇത് മിസൈൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നൊരു വസ്തുവാണ്. ഈ കെമിക്കൽ ഈ ഒരു പോർട്ടിലുണ്ട് എന്ന രീതിയിൽ വരികയും അത് ഇസ്രയേൽ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് ഇതിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം. അതായത് ഈ ഒരു കെമിക്കൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മിസൈൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈ ഒരു കെമിക്കൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ഈ ഒരു പോർട്ട് തിരഞ്ഞെടുത്തത് എന്ന രീതിയിലാണ് അവർ പറയുന്ന ഒരു ഭാഷ്യം. അതായത് ഇത് ചിലരുടെ മാത്രം നിഗമനം മാത്രമാണ്, ഇതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇസ്രയേൽ ഏത് വിധേനയും ഇറാനെ ദുർബലപ്പെടുത്താനായിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മേഖലയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഇസ്രയേൽ നേരിടുന്നത് ഇറാനിൽ നിന്ന് തന്നെയാണ്.